നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനു ബാലന്റെ കാലി വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട്. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ, എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, മോളെ, ഞങ്ങൾക്കറിയാം ഈ നിൽക്കുന്ന അലോക് നിന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ വിവാഹം നടത്തിയത്. സത്യത്തിൽ അതല്ലേ സംഭവിച്ച. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയാന്ന് പറഞ്ഞു. ആ സമയത്ത് അലോകിനെ ഒന്ന് നോക്കിയാനു. പിന്നീട് അനു പറഞ്ഞു, അതെ, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാ ഞാൻ അലോകിനോടൊപ്പം പോയത്. എന്റെ ഇഷ്ടപ്രകാരമാ അവൻ എന്റെ കഴുത്ത് താലി ആർത്തിയെന്ന് പറഞ്ഞു. അലോക് ഞെട്ടിത്തരിച്ചു വെക്കുക. എന്തേലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴേക്കും അനു എന്ത് ചെയ്തു, ഗോമതിയുടെ അടുത്തേക്ക് അമ്മയെന്നും വിളിച്ചോണ്ട് ചെല്ലുവാണ്. ഗോമതിക്ക് ദേഷ്യം വന്നു. ദേ, അങ്ങനെ നീ എന്നെ വിളിച്ചു പോയേക്കരുത്, എന്റെ അടുത്തേക്ക് പോലും വന്നേക്കരുത്. എടി, നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയിട്ട് ഒരു നിമിഷം കൊണ്ട് നീ ഞങ്ങളെ എല്ലാരും തള്ളിക്കളഞ്ഞില്ലേ? എന്നിട്ട് അവനോടൊപ്പം പോയില്ലേ? എങ്ങനെ തോന്നിയിട്ട് നിനക്കിത്? എനിക്ക് കാണുക പോലും വേണ്ട. എന്താന്ന് വെച്ചാൽ നീ ചെയ്തോളാനൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിങ്ങിപ്പോ ആരിനെ സഹിച്ചില്ല. ആരും പെട്ടെന്ന് അലോകിനിട്ട് എന്ന് അടിക്കുവാണ്. അവന്റെ കാരണം തീർത്ത് മൂന്നാളെണ്ണം കൊടുത്തിട്ട് അവനെ അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കണ സമയത്ത് അച്യുതനിടയ്ക്കിലേക്ക് എറിയുന്നു. ദേ, തൊട്ടുപോയേക്കരുത് എന്റെ മോനെ. എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇവനെ തല്ലുന്നേ? നിങ്ങളുടെ പെങ്ങള് പറഞ്ഞല്ലോ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാ അവള് ഇവനോടൊപ്പം പോന്നേന്ന്. ഇവള് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ സംഭവത്തോട് കൂടിയിട്ടാ. എന്നിട്ടാണോ നീയൊക്കെ എന്റെ മോനെ തല്ലെന്ന്? തൊട്ടുപോയേക്കല്ലെന്ന് പറഞ്ഞിട്ട് ആനെ അങ്ങോട്ട് പിടിച്ചു മാറ്റി. അപ്പോഴേക്കും ആകാശം അനുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. മോളെ, ഈ പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം നീ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ലെന്നറിയാം. മോളിങ്ങോട് വാ, നമുക്ക് അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അച്യുതൻ അവിടെ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് കൊണ്ടാൻ വരട്ടെ. ഇതേ, അവളുടെ കഴുത്തിൽ എന്റെ മോൻ കിട്ടിയ താലിയുണ്ട്, അറിയാലോ. ഇപ്പം അലോകിന്റെ ഭാര്യ അവള്, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ആകാശന്റെ കൈ അയഞ്ഞു. അനു പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് നടന്ന് അലോകിന്റെ അടുത്തേക്ക് വന്നു. അലോകിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അനു ഒന്ന് പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അനു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ ജീവിതം തകർത്തവനെ താൻ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അനു വന്നിട്ട് അലോകിന്റെ കയ്യിലേക്ക് പിടിച്ചു. അലോക് ഒരു പ്രതിമ പോലെ നിൽക്കുക. അലോകിന്റെ കയ്യെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും പറഞ്ഞു, എടാ, നീ എന്തു നോക്കി നിൽക്കുക? അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ആ സമയം ദേവമംഗലത്തുള്ള എല്ലാരും ദയനീയമായിട്ട് അനുവിനെ നോക്കുവാണ്. പക്ഷെ അനു ഒന്നും മൈൻഡ് ചെയ്തില്ല. അലോകിന്റെ കയ്യിലേക്ക് മുറുക്കെ പിടിച്ചു. അലോകിന് പിന്നീട് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അച്യുത് പറഞ്ഞു, കേറിപ്പോടാ അവളെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തേക്ക് അനു അലോകും കൂടെ പരസ്പരം കൈ പിടിച്ചങ്ങോട്ട് പോവാണ്. ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പത്തിനും ബാലനും ഗോമതിക്കും ആർക്കും സഹിച്ചില്ല. എല്ലാവർക്കും സങ്കടമായി. എല്ലാവരും അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അനു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന അവർക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അനുവിന് സംഭവിച്ച ദുരന്തം എന്താന്ന് അനുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അനു അത് പറയാൻ തയ്യാറായില്ല. അനു മനസ്സിൽ അലോകിനുള്ള ദേഷ്യവും വൈരാഗ്യമായിരുന്നു. ഇവനിട്ട് പണി കൊടുക്കണം എന്നൊരു ചിന്ത. തന്റെ കുടുംബത്തെ നാണം കെടുത്തിയിട്ട് അങ്ങനെ ഇവ സൂചിച്ച് ജീവിക്കേണ്ടെന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സെന്നറിയും. പിന്നീട് കൃഷ്ണമംഗലത്ത് നിന്ന് രാജശ്രീ എന്ത് ചെയ്തു, നിലവിളക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്ത് നിന്ന് ബാലിനെ ഇത് നോക്കുന്നുണ്ടായിരുന്നു. ബാലിനെ സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഒടുവിലെ രാജശ്രീ വന്ന് അവളോട് പറഞ്ഞു, അതെ മോളെ, ഇതേ ഈ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറാനായിട്ട് അനുവിനോട് പറയണം. അനു ഇങ്ങനെ അലോകിനെ നോക്കി. അലോകാണെങ്കിൽ കുറച്ചങ്ങ് മാറി നിൽക്കുക. പെട്ടെന്ന് അവനെ പിടിച്ച് അടുത്തേക്ക് അങ്ങ് നിർത്തി. അവൻ മാറി നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അവന് ഇഷ്ടമില്ലാത്ത വിവാഹമാണല്ലോ അത്. ശരിക്കും അവൻ താലി കെട്ടിയിട്ടുമില്ല. ഇതെല്ലാം അനുവിന്റെ നാടകമാണെന്നുള്ള കാര്യം അവനറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നും വിളിച്ചും പറയാൻ പറ്റില്ലല്ലോ. ഒടുവില് നിലവിളക്ക് അനുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അനു നോക്കി. അങ്ങനെ എല്ലാരും അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും അനു വലതുകാല് വെച്ച് കയറാൻ അനുവിനോട് പറഞ്ഞേ. അനു ആദ്യം ഒന്ന് നോക്കി. പിന്നീട് പതുക്കെ ഇടതുകാൽ അങ്ങെടുത്ത് വെച്ച് ഇടതുകാല് വെച്ചാ കയറിയത്. അങ്ങനെ ഇപ്പൊ വലതുകാല് വെച്ച് കയറേണ്ട കാര്യമില്ല. താനീ വീടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് വന്നവളാ എന്നൊരു ചിന്തയായിരുന്നു അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അകത്തേക്ക് കയറി. ഈ സമയത്ത് ദേവമംഗലത്ത് ബാലൻ കരച്ചിലോട് കരച്ചിലാണ്. ബാലൻ പറഞ്ഞു, എന്നാലും അവള് നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ഗോമതി, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടില്ല ഞാനെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ബാലേട്ട, നമ്മുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയുള്ള അവള്, എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമ. ആരുടെ മുഖത്ത് ഒരു സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാരും കരയുന്ന മട്ടിലിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു മീനാക്ഷിയും മിത്രയൊക്കെ. അവർക്ക് സങ്കടമാണ്. ഒരു വാക്ക് പോലും അനു പറഞ്ഞില്ലോ ഇങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടെന്ന് പോലും. ആ സമയത്ത് നിലവിളക്കെല്ലാം വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഹാളിലേക്ക് എല്ലാരും കൂടെ വരുവാണ്. പിന്നീട് അലോകിന്റെ അടുത്തേക്ക് എന്നിട്ട് അനന്തം പറഞ്ഞു, എന്നാലും നീ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എടാ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നീ എന്തിനാടാ ഞാൻ കൊണ്ടുവന്ന ആലോചന വേണമെന്ന് പറഞ്ഞത്? ആ പെൺകുട്ടിയെ കെട്ടാൻ തയ്യാറായത് ഇവളെ സ്നേഹിച്ചിരുന്നിട്ടാണോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ വലിയ ഞാന്
അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, നടന്നത് നടന്നു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ട് അനന്തേട്ടാന്ന് ചോദിച്ചു. വേണം. എടാ, നമ്മള് ദേവമംഗലംകാരും തമ്മിൽ ശത്രുക്കളായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഇങ്ങനെ പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടരല്ലേ നാണം കിട്ടത്. ഞാൻ നിന്നോട് ചോദിച്ചല്ലേ അലോക് എന്ത് ചെയ്യുന്ന, അപ്പൊ നീ എന്താന്നാ പറഞ്ഞേ? അവന് എറണാകുളത്തിന് പോയെന്ന്. എന്നിട്ടാണോടാ ഇവളുടെ കഴുത്തിൽ താലി ആർത്തിക്കൊണ്ട് അവൻ വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ഞാന് കൂടുതലൊന്നും പറയണ്ട, സത്യം പറ. എടാ, നീ ഇവളും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്നു, പറയാൻ മേലായിരുന്നോ? അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, വില്ലിച്ച, ഇനി ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറഞ്ഞു. അനുവിന് മനസ്സിലായി ഇവനുള്ള കാര്യങ്ങൾ പറയാൻ പോവാന്ന്. അത് പാടില്ല, തടയണം. പെട്ടെന്ന് അനു ഇടയ്ക്കിലേക്ക് കയറി. അനു പറഞ്ഞു, അലോകൻ, ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് നല്ല അടുപ്പത്തിലായിരുന്നു പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. ഇന്ദിരാമ്മ ചോദിച്ചു, അത്ര നല്ല അടുപ്പത്തിലായിരുന്നോ? എന്നിട്ട് ഞങ്ങൾക്ക് അത് തോന്നിയത് പോലും ഇല്ലല്ലോ നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന്. അത് ഞാൻ കാണിച്ചുതരാം, തെളിവ് കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് അലോകിന്റെ പാന്റിലെ പോക്കറ്റിലേക്ക് കൈയിടാൻ തുടങ്ങി. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ശരി, നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അവിടെ അടങ്ങി നിൽക്കുക അലോക് എന്ന് പറഞ്ഞു. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ ഫോൺ എടുത്തു. അവൻ കൃത്രിമമായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിനകത്ത്. അതൊക്കെ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്താനായിട്ട് അനുവിനെ. അപ്പൊ ആ ഫോൾഡർ അവളും എടുത്ത് ഓപ്പൺ ചെയ്തു. വാട്സപ്പിൽ അവളൊക്കെ അയച്ച ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതൊക്കെ അനന്തനെ അച്യുതനെ കാണിക്കുകയാണ്. അനന്തന്റെ ഒക്കെ മുഖം കുനിഞ്ഞുപോയി. പിന്നീട് ഇന്ദിരാമനെ അവരെല്ലാരെയും കാണിച്ചു കുറെ ഫോട്ടോസുകൾ. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ തമ്മിൽ എത്രമാത്രം അടുപ്പം ഉണ്ടായിരുന്നുള്ള കാര്യങ്ങള്. ആർക്കെങ്കിലും എന്തേലും പറയാനുണ്ടോ? അനന്തൻ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. ബാക്കി എല്ലാരും പോയി കഴിഞ്ഞപ്പോ അനു അലോകിനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. നിനക്കിട്ട് ഞാൻ പണി തുടങ്ങിയിട്ടുള്ളടാ, ഒന്നും ആയിട്ടില്ല. ദേവമംഗലംകാർക്കിട്ട് പണി കൊടുക്കാൻ തുടങ്ങിയ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. രൂക്ഷമായിട്ടാണ് അനു അലോകിനെ നോക്കുന്നത് പോലും. അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗോമതി കരച്ചിലോട് കരച്ചിലാണ്. മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടല്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലോ. എന്നാലും അവളെ ഇത്ര അധികം സ്നേഹിച്ചിട്ട് അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യൂന്ന്. ആര്യം പറഞ്ഞു, അവളിങ്ങനെ ചതിയൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മ, ഇതിനകത്ത് വേറെ എന്തോ ഒരു കാര്യമുണ്ട്, ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അനുവിനെ ആരോ പറഞ്ഞു വിട്ട പോലെ എനിക്ക് തോന്നേ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ആര് പറഞ്ഞു വിട്ടെന്നാ? സുകന്യ ഒന്നും ഞെട്ടി അത് കേട്ട് കഴിഞ്ഞപ്പോ, അല്ല, അനുവിന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അവളുടെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. ദൈവമേ, പണി പാളിയോന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. ആനന്ദ് പറഞ്ഞു, അതാരാന്നറിയില്ല, നമ്മുടെ മുന്നിൽ ചിലപ്പോൾ ചിരിച്ചു കാണിച്ചിട്ട് പുറമേന്ന് നമ്മളെ കുത്തുന്ന ആരെങ്കിലും കാണും, അങ്ങനെ ആരോ ഒരാള് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ബാലനാകെപ്പാടെ വിഷമിച്ചിരിക്കുക. ബാലന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആരിനൊക്കെ വിഷമമായി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലിനോട് ഇരുന്ന് പൊട്ടിക്കരയാണ്. ആര് നിന്നിട്ട് പറഞ്ഞു, കരയല്ല അച്ഛ, അച്ഛൻ വിഷമിക്കല്ലേ, നമ്മുടെ അനുവിന് ഒരിക്കലും നമ്മളെ ചതിക്കാൻ പറ്റില്ലെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നേ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ആരും കൂടുതൽ സ്നേഹിക്കരുത്, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്കിട്ട് ഇങ്ങനെ പണി തന്നിട്ട് പോകും. ഇപ്പൊ തന്നെ അവള് കാണിച്ചു കണ്ടില്ലേ. കോമതി പറഞ്ഞു, എന്നാലും എല്ലാവരുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് ഇനിയിപ്പൊ നാളെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആൾക്കാർക്ക് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങില്ലേ, അതൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുവാണ്. ഒടുവിൽ ബാലൻ എഴുന്നേറ്റു. വണ്ടിയുടെ കീവ് എടുത്ത് അതുപോലെ തന്നെ ഭാഗം എടുത്ത് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കും ആനന്ദി ചോദിച്ചു, അല്ല അച്ഛനത് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഞാൻ കടയിലേക്കോ? വേണ്ട, അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അങ്കിൾ ഇപ്പൊ ഒരിടത്തേക്കും പോകണ്ട, അങ്കിളുടെ മനസ്സ് ശരിയല്ല എന്ന് പറഞ്ഞു. ആരിനും എല്ലാരും തടയുവാണ്. പക്ഷെ ബാലൻ നിന്നില്ല. ബാലൻ പറഞ്ഞു, എനിക്ക് പോയാൽ മതിയാവുള്ളൂ, ഞാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയി വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും ആര്യൻ മിത്രോട്, മിത്രേ, നീ ആ ബൈക്കിന്റെ കീങ് എടുത്തേ, ഞാനും കൂടെ പോവാം അച്ഛൻ്റെ കൂടെ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അച്ഛൻ ആകെപ്പാടെ സമതല മിറ്റിയ മട്ടില്ല പോകുന്നേ, എന്തേലും പ്രശ്നം ഉണ്ടാവും പറഞ്ഞു. കോമതി പറഞ്ഞു, ആരും പോണ്ട, ബാലേട്ടൻ പോയിക്കോട്ടെ, പാവം ആ മനുഷ്യന് ഇച്ചിരി സ്വസ്ഥതയോടെ സമാധാനത്തോടെ എവിടെയെങ്കിലും പോട്ടെ, നിങ്ങൾ അതിന് പുറകെ പോകേണ്ട കാര്യമില്ല. പാവം ഇത്രയും നാളും എത്രമാത്രം ടെൻഷനോട് വേദനയോട് അറിയാവോ? നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെങ്ങനെയാ? നിങ്ങളെ മക്കളെങ്കിലും എപ്പോഴെങ്കിലും സ്വസ്ഥത സമാധാനം കൊടുത്തിട്ടുണ്ടോ? ആ മനുഷ്യന്റെ വേദനയും വിഷമങ്ങളും ആ മനുഷ്യൻ ആരോട് പറയാനാ? അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിലും ആരോട് പറയാനായിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഇരുന്ന് കരയാണ്. ഒരുത്തനും ആരുടെയും പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല, ബാലേട്ടൻ പോയിക്കോട്ടെ, കുറച്ച് സമയം സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് വരട്ടെ എന്നൊക്കെ ഗോമതി പറയാണ്. ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോമതി ഇരുന്ന് പൊട്ടിക്കരയുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന